ഈ ആഴ്ചയിലെ പ്രധാന ലോക വാർത്താ വിശേഷങ്ങളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ പിടിമുറക്കാൻ ഇറാൻ ഒരുങ്ങുന്നു. ഇനി ഈ വഴി പോകുന്ന കപ്പലുകൾക്ക് പുതിയ നിബന്ധനകൾ വരുന്നുണ്ട്. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പുതിയൊരു സംവിധാനമാണ് ഇറാൻ ആസൂത്രണം ചെയ്യുന്നത്. ഈ പാതയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കാനാണ് നീക്കം. ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വെറുതെ പണം കൊടുത്താൽ മാത്രം പോരാ, ഇറാനുമായി നല്ല സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമേ ഇനി ഈ വഴി കടത്തിവിടൂ. ഹോർമുസ് തുറക്കാൻ ഇറാനെതിരെ സൈനിക നടപടിയെ പിന്തുണച്ച രാജ്യങ്ങൾക്ക് മുന്നിൽ ഈ വഴി എന്നേക്കുമായി അടയും. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ നോക്കുമ്പോഴും ചില രാജ്യങ്ങൾക്ക് ഇറാൻ ഇളവ് നൽകുന്നുണ്ട്. ചൈനയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾ നിലവിൽ ഇറാൻ കടത്തിവിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിടും. യുഎസും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിച്ചാൽ മാത്രമേ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കൂ എന്നാണ് ഇറാന്റെ നിലപാട്. യുഎസ് ഇറാൻ ചർച്ചകൾ നിലച്ചിരിക്കുകയാണെന്നും എന്ന് പുനരാരംഭിക്കും എന്നതിൽ വ്യക്തതയില്ല. ഹോർമുസ് തുറക്കാൻ ചൈന സഹായം വാഗ്ദാനം ചെയ്തതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്കെതിരായ യുദ്ധത്തിന് ഇറാൻ സൈനിക സഹായം നൽകില്ലെന്ന് ചൈന ഉറപ്പു നൽകിയതായും ട്രംപ് അവകാശപ്പെട്ടു. ബീജിംഗിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ അവകാശവാദം. ബീജിംഗിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞതായാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ആശങ്ക ഉയർത്തി എബോള പടർന്നു പിടിക്കുന്നു. ഇതുവരെ 65 മരണങ്ങൾ സ്ഥിരീകരിച്ചായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രോഗം അതിവേഗം പടർന്നു പിടിക്കുന്നത് ആഫ്രിക്കയിലുടനീളം വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. മനുഷ്യരെ അതീവ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടാനും മരണത്തിലേക്ക് വരെ നയിക്കാനും സാധിക്കുന്ന ഏറ്റവും അപകടകാരിയായ വൈറസ് പരത്തുന്ന രോഗമാണ് എബോള. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വൈറസ് മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയെ തകരാറിലാക്കും. 1976 ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയതിനു ശേഷം കോങ്കോയിൽ നിരവധി തവണ എബോള സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണ്ടും പടർന്നു പിടിക്കുന്നതിന്റെ ആശങ്കയിലാണ് അധികൃതർ. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും യുഗാണ്ടയിലും പടർന്നു പിടിക്കുന്ന എബോള വ്യാപനം രാജ്യാന്തര തലത്തിലെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. എന്നാൽ നിലവിലെ വ്യാപനം പകർച്ചവ്യാധി അടിയന്തരാവസ്ഥയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് WHO വ്യക്തമാക്കി. ബുണ്ടിബുഗ്യോ വൈറസാണ് ഇപ്പോഴത്തെ രോഗകാരണം. എബോള രോഗം മനുഷ്യരിൽ അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു രോഗവുമാണ്. ഓർത്തോബോല വൈറസിൽപ്പെടുന്ന വൈറസുകൾ മൂലമാണ് എബോള രോഗമുണ്ടാകുന്നത്. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വൈറസ് മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയെ തകരാറിലാക്കുന്നു. എബോള രോഗ മരണനിരക്ക് ശരാശരി 50%. മുൻകാല സ്ഥിരീകരണങ്ങളിൽ മരണനിരക്ക് 25 മുതൽ 90% മുതൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. 1976 ഇന്നത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലുള്ള എബോള നദിക്ക് സമീപമാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത്. യുഎസിൽ ഉപരിപഠനം നടത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ തൊഴിൽ പരിശീലന കാലാവധി അനുവദിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് വ്യവസ്ഥ ദുരുപയോഗം ചെയ്യുന്നതായി റിപ്പോർട്ട്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കിയതായി യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് അറിയിച്ചു. സംശയാസ്പദമായ കമ്പനികളിൽ ജോലി ചെയ്യുന്നുവെന്ന തരത്തിൽ വ്യാജരേഖകൾ ചമച്ച 10,000-ഓളം വിദ്യാർത്ഥികളെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠനകാലത്തോ അതിനുശേഷമോ ഉള്ള 12 മാസം മുതൽ 24 മാസം വരെ യുഎസിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നതാണ് OTP വ്യവസ്ഥ. ഈ വ്യവസ്ഥയിലാണ് വ്യാപക ക്രമക്കേട് നടന്നിരിക്കുന്നതായി കണ്ടെത്തിയത്. ലോകം പോയ വാരത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.